ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്വേതാസ് ഡയറീസ്. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഐസ് സ്കേറ്റിങ്ങിന് പോയായിരുന്നു ഈയിടെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇവിടെ അടുത്ത് നോർത്ത് റൈഡിംഗ് എന്ന് പറയുന്നൊരു സ്ഥലത്ത് നോർത്ത് ഗേറ്റ് ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ അതിനകത്താണ് ഈ ഒരു ആക്ടിവിറ്റി വെച്ചിരിക്കുന്നത്. പല പല ഷോപ്പിംഗ് സെൻറ്റേഴ്സിലും ഇതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് നോർത്ത് ഗേറ്റിലെ ആയിരുന്നു ഐസ് സ്കേറ്റിംഗ് അടുത്ത് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ ഐസ് റിംഗ് എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഗേറ്റ് ഐസ് റിംഗ്, അങ്ങനെയാണ് അതിൻ്റെ പേര്. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറയുമ്പോൾ 100 Rand. പിന്നെ നമ്മൾ സ്കേറ്റ് ഹയർ ചെയ്യണം ഓഫ് കോഴ്സ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് 45 Rand. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ബില്ല് കൊണ്ട് ചെന്നിട്ട് സ്കേറ്റ് കിട്ടുന്ന സ്ഥലത്ത് പോയി കൊടുത്ത് നമ്മുടെ ഒരു ഷൂ ഒരു കൊടുത്തിട്ട് കൊടുത്താലേ നമുക്ക് ആ സ്കേറ്റിൻ്റെ തരത്തുള്ള ഒരു സ്കേറ്റ് നമുക്ക്. പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴും അല്ലെ സൺഡേ വരുന്നവരും അല്ലെങ്കിൽ സ്കൂൾ ചിൽഡ്രൻ അങ്ങനത്തെയൊക്കെയാണ് അവിടെ വേറെ വേറെ സ്പെഷ്യൽ പ്രൈസസ് ആയിരിക്കും. ബോട്സ്വാനയിൽ നിന്ന് ഞങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എവിടെയാണ് കറങ്ങാൻ പോകേണ്ടതെന്ന് ഇങ്ങനെ എല്ലാവരോടും ആലോചിച്ചപ്പോഴാണ് ഈ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഐഡിയ വന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനാണെങ്കിലും ഐസ് സ്കേറ്റിംഗ് ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസും ആയിരുന്നു. അപ്പോൾ എനിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. പിന്നെ പോയിട്ടില്ലല്ലോ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതിലാണ് പിന്നെ ഞാൻ സമ്മതിച്ചത്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു. ഇതിങ്ങനെ ഓരോ ബാച്ചസായിട്ട് ഡിഫറെൻറ്റ് ടൈംസിലാണ് ഇവിടെ ഇങ്ങനെ കയറ്റുന്നത്, ഓരോ ബാച്ചായിട്ട്. അപ്പോൾ ഞങ്ങളുടെ അവിടെ ചെന്നപ്പോഴത്തേക്കും ഓൾറെഡി ക്യൂ ആയിരുന്നു. ക്യൂ ഒക്കെ നിന്ന് ഞങ്ങൾ പേയ്മെൻറ്റ് നടത്തി, എന്നിട്ട് റെസീറ്റ് കൊണ്ട് അകത്തേക്ക് പതുക്കെ നടന്ന് കയറി. എന്നിട്ട് സ്കേറ്റ്സ് മേടിക്കണമായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ആ ഏരിയയിലേക്ക് പോയി സ്കേറ്റ്സൊക്കെ മേടിച്ചു. എന്നിട്ട് അവിടെ വന്നിരുന്ന് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുമാതിരി എന്താ പറയുന്നത്, ഭയങ്കര വെയിറ്റാ സ്കേറ്റ്സിന്. ഞാൻ ആദ്യമായിട്ടും കൂടെ ഇടുന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ നടക്കണം, എങ്ങനെ മൂവ് ചെയ്യണം ഒക്കെ ഉള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ അവിടെ ഇരുന്നത്. ഫുൾ ടെൻഷനായിരുന്നു. ഉരുണ്ടടിച്ച് വീഴുമോ എന്നുള്ളതായിരുന്നു മെയിൻ പ്രോബ്ലം. അപ്പോൾ അതാണ്. പിന്നെ ചെയ്തിട്ടുമില്ലല്ലോ. പേരൻസും പിന്നെ ആൻറ്റിയും വന്നില്ല. പിന്നെ പിള്ളേരെ അവിടെ ഇരുത്തി. ബാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ പോയത്. അപ്പോൾ പിന്നെ ഓഫ് കോഴ്സ് ഈ സ്കേറ്റിങ് ചെയ്യാൻ പോകുമ്പോൾ ഫോണൊന്നും പിടിച്ച് വീഡിയോ എടുക്കാൻ നമ്മളങ്ങനെ എക്സ്പീരിയൻസ് സ്കേറ്റേഴ്സൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഫോൺ ഞങ്ങൾ അങ്ങ് കൈമാറി, വീഡിയോ ഒക്കെ അങ്ങ് എടുത്തോ ഞങ്ങളുടെയെന്ന് പറഞ്ഞിട്ട്. അല്ലാതെ വേറെ ഒരു രക്ഷയില്ലല്ലോ. മനോജങ്കളും ഹസ്ബൻഡും ചേട്ടനും എല്ലാം നേരത്തെ സ്കേറ്റ്സ് ഇട്ട് റെഡിയായി. ഞാൻ കൊണ്ട് സ്കേറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങളവിടെ എന്തോ എടുക്കണം, എങ്ങനെ മൂവ് ചെയ്യണം, ഒരുമാതിരി കാലിനെന്തോ പറ്റി തളർന്ന് നടക്കുന്ന പോലായിരുന്നു. ഞാനും അന്നുംകുട്ടിയും സ്കേറ്റ്സൊക്കെ ഇട്ട് എല്ലാം റെഡിയായിട്ട് എങ്ങനെ നടക്കണം എന്നാലോചിച്ചപ്പോൾ ഇതൊക്കെ മന്ദം മുമ്പോട്ട് നീങ്ങുമായിരുന്നു. ഞങ്ങളുടെ നടപ്പ് കണ്ടിട്ട് പപ്പായും മമ്മിയും പുറകിൽ അവിടെ കളിയാക്കുമായിരുന്നു. ഞാൻ സ്കേറ്റ്സൊക്കെ ഇട്ട സമയത്തിന് എൻ്റെ ഹസ്ബൻഡൊക്കെ അകത്ത് കയറി കഴിഞ്ഞു, എക്സൈറ്റഡ് ആയിട്ട്. പിന്നെ രണ്ടും കൽപ്പിച്ച് പതുക്കെ പിടിച്ച് ഞങ്ങളങ്ങ് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ തോണ്ട മൊത്തം ഐസ് തണുക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ വെയിറ്റുള്ള സ്കേറ്റ്സ്. ഞാൻ കൊണ്ട് ഒരുമാതിരി, ഞാൻ നടക്കുന്ന കണ്ടാൽ തന്നെ എനിക്ക് തന്നെ ചിരി വരുമായിരുന്നു. ഞാൻ ഈ വീഡിയോ കണ്ട് ഒരുമാതിരി പിടിച്ച് ഒന്നാമതേ സ്കേറ്റ് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ അവസ്ഥയെ പപ്പായ്ക്ക് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും കളിയാക്കി പേടിപ്പിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു. അതുകൊണ്ട് അടുത്ത ചേച്ചിയും ചേട്ടനും മോളും അവർക്ക് പുറകിൽ അലക്സ് കുട്ടൻ പെൻഗ്വിനെ പിടിച്ച് ഫുൾ സെറ്റപ്പ് റെഡിയായിട്ടിങ്ങനെ നിൽക്കുമായിരുന്നു. ദൈവമേ വീഴല്ലേ എന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഏതായാലും പ്രാർത്ഥന ദൈവം കേട്ടു. ഭാഗ്യത്തിന് വീണില്ല, എൻ്റെ മാനം കാത്തു. ഇവിടെ നിന്നുകൊണ്ട് മനോജങ്കൾ ആ ഒരു സ്കേറ്റിങ്ങിൻ്റെ ഒരു ഫ്ലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പം വലിയ ഷോ ഒക്കെ കാണിച്ച് ഇങ്ങനെ വലിയ നൈസായിട്ട് നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്ന് പാളിപ്പോയി, എന്നാലും കുഴപ്പമില്ല, പിടിച്ച് സെറ്റായി മുമ്പോട്ട് നീങ്ങുന്നു. അതിൻ്റെ ഇടയ്ക്ക് തോണ്ട് ഹസ്ബൻഡും ചേച്ചിയും തോണ്ട് ഇങ്ങനെ പതുക്കെ എന്തെടുക്കണം ഇങ്ങനെ തിരിഞ്ഞു നോക്കി മുമ്പോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അടുത്ത റൗണ്ടിനോ അതോ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനോ ഏതാണ്ടിനും ഞാൻ പോയിരിക്കുമായിരുന്നു. അന്നേരം ഞങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നൊരു 3 റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേ ഞാനൊരു ബ്രേക്ക് എടുത്തു. കാരണം ഇനിയും പോകണോ വേണ്ടയോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് റൗണ്ട് പോയതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഹാർട്ട് ബീറ്റൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഞാനൊന്ന് ആദ്യം ഒന്ന് കയറി ഇരുന്നു.
അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി 2 റൗണ്ടിന് പോയത്. ഈ പിള്ളേർക്കൊക്കെ ഇവിടെ ചെയ്യുന്നവർക്കൊക്കെ എന്തൊരു സ്പീഡാണെന്നറിയാമോ. ഉയ്യോ, അവരങ്ങ് അടിച്ച് കാച്ചുക. കണ്ടാൽ നമ്മൾ പേടിച്ചു. എന്ത് സ്പീഡിലാണ് നമ്മുടെ അടുത്തോട്ട് വരുന്നതെന്നറിയാമോ. വന്നങ്ങ് ഇടിയാ. ചിലപ്പം നമ്മുടെ മണ്ടയ്ക്കോട്ടൊക്കെ ആയിരിക്കും ഉരുണ്ടടിച്ച് വീഴുന്നത്. ഞങ്ങളുടെ ഈ നടപ്പ് ഇതിനകത്തിങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, ഈ കൊച്ചു പിള്ളേർ പിച്ച വെച്ച് നടക്കുന്നൊരു ഇതുണ്ടല്ലോ അവസ്ഥ, അതായിരുന്നു ഞങ്ങളുടെ. ഐസ് സ്കേറ്റിങ് ഇങ്ങനെ പിച്ച വെച്ചങ്ങ് നടക്കുമായിരുന്നു. തെന്നി ഇടയ്ക്ക് നമുക്ക് പാളും. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഐസ് സ്കേറ്റിങ്. ചെയ്യാൻ നേരം പേടിച്ചിട്ടാണേലും പിന്നീട് ആ വീഡിയോ നമുക്കത് കാണുമ്പം അല്ലെ ഓർക്കുമ്പം ഒരു രസമാണ്. ചെയ്ത് കംപ്ലീറ്റ് ചെയ്തല്ലോ സക്സസ്ഫുൾ ആയിട്ടെന്നുള്ളൊരു സമാധാനം നല്ല സംതൃപ്തി. ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന്. പക്ഷെ ഇനിയും ആരെങ്കിലും ഐസ് സ്കേറ്റിങ്ങിന് വിളിച്ചാൽ ഞാൻ പോകത്തില്ലേ. അല്ലേ പിന്നെ എവിടെയെങ്കിലും പോയി നമ്മൾ ഐസ് സ്കേറ്റിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ വേണേ പോവാം. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഈവനിങ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും അവർ ലൈറ്റ്സ് ഒക്കെ ഓഫാക്കി ഒരു DJ പോലൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ ഫോം പാർട്ടി, അങ്ങനെ ഡാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇവിടെ എന്നാണ് ഞാൻ അറിഞ്ഞത്. ഏതായാലും വൈകിട്ടാകുമ്പോൾ അവിടെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് DJ പോലുണ്ട്. അത് നല്ല രസമാണ്. പിന്നെ അന്നക്കുട്ടിയും അലക്സിനും ആ ഒരു ഫ്ലോ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ കുറച്ചുകൂടെ കൈയൊക്കെ വിട്ട് സ്കേറ്റൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർ പോയി ഇടയ്ക്ക് പെൻഗ്വിൻ എടുത്തായിരുന്നു, ജസ്റ്റ് ഒന്ന് പിടിച്ച് സ്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതൊക്കെ പോയി എടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നടുക്കൂടൊക്കെ തെന്നി പാഞ്ഞങ്ങ് പോയി. ഇടയ്ക്ക് എല്ലാവരും എന്നോടും ചോദിച്ചായിരുന്നു ഒരു പെൻഗ്വിൻ എടുക്കട്ടെ എന്ന്. ഞാൻ വേണ്ട പറഞ്ഞു. എങ്ങാനും റിസ്ക് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. മറ്റേതാകുമ്പോൾ നമുക്ക് ആ സൈഡിൽ വോളിലങ്ങ് പിടിച്ചങ്ങ് പോയാൽ മതിയല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ മറ്റേതെടുത്ത് റിസ്ക് എടുത്തില്ല. നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത് വെച്ച് അങ്ങ് മുമ്പോട്ട് പോയി. ഇച്ചിരിയേലും ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ ചെയ്യാൻ അറിയാവുന്നവർ ഇത് പോയെന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ്. അറ്റ്ലീസ്റ്റ് വൺസ് എങ്കിലും. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഈ വീഡിയോ കുറച്ച് ലേറ്റായി പോയി. ഇപ്പം ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. പനിയും ഒക്കെ ആയിട്ട് കുറച്ച് വയ്യാതിരിക്കുമായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല, കുറച്ച് ചുമയൊക്കെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഐസ് സ്കേറ്റിങ്ങിൻ്റെ ഇത്രയും ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഐസ് സ്കേറ്റിങ്ങിന് താല്പര്യമുള്ളവർ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വോയിസസ് ഒക്കെ ഒന്ന് ക്ഷമിക്കണം എല്ലാവരും. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആസ് ഓൾവേസ്. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.